ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി ഒരു ചീസി ലോഡഡ് ഫ്രൈസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ 200 ഗ്രാംസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അടുത്തതായി വേണ്ടത് ഒറിഗാനോ ആണ്. ഒറിഗാനോ ഓപ്ഷണലാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ്, 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക, ഫ്രീസറിലോട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് പൊരിച്ചാൽ മതിയാകും. ഇനി ഇതിൻ്റെ ഡ്രസ്സിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ടേബിൾ സ്പൂൺ മയണൈസാണ്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിനുള്ള ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ 10 മിനിറ്റ്, ആ ചിക്കൻ ഇനി ഫ്രൈ ചെയ്യാം നമുക്ക്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ചീസി ലോഡഡ് ഫ്രൈസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഈ ചീസും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണ്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലാണ് ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൈസിന് ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവറും കൂടി കിട്ടും. ഇത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്രൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫ്രൈസും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസാണ് റെഡിയാക്കാനുള്ളത്. ഒരു പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തീ കുറച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന 1 കപ്പ് പാലാണ്. പാലും കൂടി ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഇച്ചിരി കട്ടിയായി വരും. കട്ടിയായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ 1 ക്യൂബ് ചീസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമുക്കിവിടെ കടയിൽ മേടിക്കാൻ കിട്ടും. ഇതിലേക്ക് ഞാൻ കുരുമുളക്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്. ഒറിഗാനോ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഈ സോസിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് ഇത്രയും ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇവിടെ നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാം, ഇച്ചിരി തിക്കായിരിക്കും. തീരെ ലൂസും അല്ല, എന്നാൽ ഒരുപാട് തിക്കുമല്ല. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ ഫ്രൈസാണ്. അതിലേക്ക് ഞാനിവിടെ ഡ്രസ്സിങ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിലും നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാവുന്നതാണ്. ഇവിടെ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ ചിക്കൻ ഇട്ടു, പിന്നെ ഞാൻ ഫ്രൈസ് ആഡ് ചെയ്തു. വീണ്ടും ഞാൻ ഡ്രസ്സിങ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും ഞാൻ ചിക്കനാണ് ലെയർ ചെയ്യുന്നത്. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസാണ് മെയിനായിട്ടുള്ള. ഈ സോസാണ് നമ്മൾ ആഡ് ചെയ്യാനുള്ളത്. അങ്ങനെ എല്ലായിടത്തും ആകുന്ന രീതിക്ക് നമുക്ക് ഈ സോസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ സോസൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരൽപ്പം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പാസ്ലിയാണ്. നിങ്ങൾക്ക് പാസ്ലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയാൻഡറും ഉപയോഗിക്കാവുന്നതാണ്, മല്ലിയിലയും ഇടാവുന്നതാണ്. പിന്നെ അതിൻ്റെ മേളിലായിട്ട് ഞാൻ മൊസറല്ല ചീസാണ് ഇട്ടിട്ടുള്ളത്. ഈ മൊസറല്ല ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇടാം, കൂടുതൽ ചിലപ്പോൾ വേണം ഒക്കെ ചെയ്യാം. അങ്ങനെ ഇവിടെ എനിക്ക് അവനില്ല, അതുകൊണ്ട് ഒരു കടായി എടുത്ത് അത് അടച്ച് വെച്ച് ഞാനൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ചീസൊക്കെ ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ നിങ്ങൾക്കൊരു 2 മിനിറ്റോളം വെച്ച് നിങ്ങൾക്ക് ഹീറ്റ് ചെയ്താൽ ഈ ചീസ് മെൽറ്റായി കിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരു ഈസി റെസിപ്പിയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.